എല്ലാവർക്കും ആ കുടുംബത്തെ പറ്റി പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം കണ്ണൻ നായർ കൂടി ചേർന്നുണ്ട് ജനറൽ ആശുപത്രിയിൽ നിന്നും. കണ്ണൻ, ഈ ഒരാളുടെ മാത്രം പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്, മത്തായി ഈപ്പന്റെ. ബാക്കിയുള്ള 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ്? തുടർന്നുള്ള കാര്യങ്ങൾ എന്താണ്? പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ബിജെപി ജോർജിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ നടക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ മലേഷ്യയിലേക്ക് ഹണിമൂണിനായി പോയത്. ആ സമയത്ത് ഈ അയൽവാസിയായിട്ടുള്ള ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങളാണ് വണ്ടിയിൽ പോയത്? എവിടെ കൊണ്ടുവിടാൻ വേണ്ടി പോയത്? ഇല്ല കൊണ്ടുവിടാൻ പോയത് മോനായിരുന്നു? ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് സംസാരിക്കാനുള്ള. കൊണ്ടുവിടാനായി പോയ ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് കൊണ്ടുവിടാനായി ഇവിടേക്ക് പോയത്, എയർപോർട്ടിലേക്ക് പോയത്. ആ സമയത്ത് ഇന്നലെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഈ മകനെ തന്നെ വിളിച്ചിരുന്നു. പക്ഷേ തിരിച്ച് ഈ മത്തായി ഈപ്പനും അതുപോലെ തന്നെ ബിജെപി ജോർജും ചേർന്ന് ഒരുമിച്ച് പോവുകയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യുവാവ് അതിൽ നിന്ന് പിന്മാറിയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള ഒരു പ്രതികരണത്തിന് അവർ തയ്യാറാകത്തില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ, ബിജെപി ജോർജിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നിഖിലിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. തൊട്ടു പിന്നാലെ അനുവിൻ്റെയും പോസ്റ്റ്മോർട്ടം നടക്കും. 4 പേരെയും ഒരുമിച്ച് ഒരേ സെമിത്തേരിയിൽ തന്നെയാണ് നടക്കുന്നത്. കാര്യം ഒരേ ഇടവകയാണ്. ഇടവകയിലുള്ള ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാർ, ഒരേ ഇടവകയിൽ എല്ലാ ഞായറാഴ്ചകളിലും അവർ പള്ളിയിലേക്ക് പോയിരുന്ന ആൾക്കാർ. ആ ആൾക്കാരാണ് ഇന്ന് ഈ ഒരു ഞായറാഴ്ച അവരുടെ ഭൗതിക ശരീരം ജീവൻ വറ്റുപോയിട്ടുള്ള ആയിട്ട് അവർ എത്തിയിരിക്കുന്നത്. കാര്യം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാർ, ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവിടേക്ക് വന്ന പ്രായമുള്ള ആൾക്കാരായാലും അയൽവാസികളായ ആൾക്കാരായാലും അവരുടെയൊക്കെ ഒന്നും പറയാൻ വാക്കുകളില്ല. എന്താണ് സംഭവിച്ചത്? അവരൊരു മനസ്സ് കലങ്ങിയ ഒരവസ്ഥയിൽ, ഒരു നടുങ്ങുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം ഏതാണ്ട് 1 മണിയോടുകൂടി ബാക്കിയുള്ള 3 പേരുടെ കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ആ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ, ബന്ധുക്കളൊക്കെ വിദേശത്താണ്, കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള ആൾക്കാരാണ്. അവരൊക്കെ തന്നെ എത്തേണ്ടതുണ്ട്. അവർക്ക് ഇന്ന് വൈകിട്ടോ നാളെയൊക്കെ തന്നെയായി എത്തും. അതിനുശേഷമായിരിക്കും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. അതിനുശേഷം ഒരുമിച്ച് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്.